വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ അന്ന് ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്തായിരുന്നു. ഒരു തുള്ളി ചോര പൊടിയാതെ നരേന്ദ്രമോദി അത് നടപ്പിലാക്കി എന്ന് പറഞ്ഞ്. ഇന്നലെ ഇത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. ഇന്നലെ താഴെ ഒരു കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ, എന്തിനാണ് നിങ്ങൾ എല്ലാത്തിലും നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്നത്? ഇന്ത്യ ഇന്ത്യ എന്ന് പറയൂ, ഇന്ത്യയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അതിന് മറുപടി കൊടുത്തായിരുന്നു. എനിക്കും ആഗ്രഹമുണ്ട് എന്താണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നു. പക്ഷേ നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഞാൻ ഇതൊക്കെ നടപ്പിലാവുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് മോദി മോദി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഞങ്ങൾക്കൊരു മടിയില്ല മൻമോഹൻ സിംഗ് എന്ന് പറയാൻ. പക്ഷെ മൻമോഹൻ സിംഗ് ഇതൊന്നും നടത്തിയില്ലല്ലോ. മൻമോഹൻ സിംഗ് നടത്തിയില്ലെങ്കിൽ, അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയില്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തും. കാരണം നമുക്ക് രാജ്യമാണല്ലോ വലുത്. ഉറപ്പായിട്ട് വാനോളം പുകഴ്ത്തും. മൻമോഹൻ സിംഗ് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. മൻമോഹൻ സിംഗ് ഇപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ നെഞ്ചും വിളിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ പറയും. പക്ഷെ മൻമോഹൻ സിംഗ് അമേരിക്കയുടെ മുമ്പിൽ പോയി വിനീത വിധേയനായിട്ട് നിൽക്കുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണ്. അപ്പൊ അതവിടെ കളയാം. അപ്പോ ഈ സംഭവം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഈ വോട്ടർ ID, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അപ്പൊ ഞാൻ ബിജുചേട്ടനോട് അന്ന് ചോദിച്ചില്ല, എന്റെ വളരെ കാലത്തൊരു ഡൗട്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഈ ബംഗ്ലാദേശികളെ മുഴുവൻ പിടിച്ച് പുറത്താക്കുന്നത്, രോഹിംഗ്യകളെ മുഴുവൻ പിടിച്ച് പുറത്താക്കുന്നത്? പുറത്താക്കിയാൽ ഇവർ എവിടെ കൊണ്ട് തള്ളും? അപ്പൊ ബിജുചേട്ടൻ എന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. ഞാൻ ഇന്നുവരെ മറന്നിട്ടില്ല. അതായത് ഇവര് വോട്ടർ പട്ടികയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയവർക്ക് വോട്ടില്ല. അപ്പൊ പൊളിറ്റീഷ്യൻസ് അവരെ തിരിഞ്ഞു നോക്കില്ല. വോട്ടില്ലെങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാരാണോ? അല്ല. അപ്പോൾ ഇവർക്ക് മെഡിക്കൽ എക്സ്പെൻസ് അവർക്ക് നോക്കേണ്ടി വരും. ഇവർക്ക് റേഷൻ പോലും കിട്ടാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ വന്ന വഴി സ്വന്തം രാജ്യത്തേക്ക് കുറ്റകളെ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് ബീഹാറിൽ അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി അതിൽ അനുകൂലമായിട്ട് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോ നമ്മൾ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ബംഗാളിൽ എത്തുമ്പോൾ രാജ്യം തന്നെ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിപ്പോ ബംഗാളിലേക്ക് എത്താൻ പോവുകയാണ്. ബംഗാളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു ഇതിന്റെ ഒരു സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവന്മാർ ഈ കലാപമായിട്ട് ഇതിനെ കൊണ്ടുവരാൻ, ഇതിനെ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ മമതാ ബാനർജിക്ക് അപകടം വന്നിട്ടുണ്ട്. മമതാ ബാനർജി ഇപ്പോ ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. 5000 രൂപ തരാം, 5000 രൂപ. ഇവിടെ വന്നിട്ട് 3-4 ലക്ഷം തെങ്ങിക്കേറി മാത്രം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിയുടെ അടുത്താണ് മമതാ ബാനർജി പറയുന്നത് 5000 രൂപ മാസം തരാം, 5000 രൂപ തരാം. ഞാനിവിടെ ഈ പവർ ഹൗസ് റോഡിലൂടെയൊക്കെ വൈകുന്നേരം ചെല്ലുമ്പോൾ ബംഗാളികൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ടിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ജാക്ക് ഡാനിയൽസ് ഒക്കെയാണ്. നമ്മളിവിടെ പാവപ്പെട്ട, നമ്മളിവിടെ ജവാനും പവർ ഹൗസ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പൊന്നെണ്ണ സത്യം, ജാക്ക് ഡാനിയൽസ് ഒക്കെയാണ് വാങ്ങിച്ചത്. നമ്മൾ 500 രൂപ ATM-ൽ CDMA കൊണ്ടിടാൻ പോകുമ്പോൾ ഭായിമാര് വന്നിട്ട് ഈ ഫെവിക്വിക്കിന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് കുത്തിയിട്ട് 3-4 മീന് പിടിച്ചോണ്ട് പോകുന്നത്. നമ്മൾ 500-ഉം 1000-ഉം ഒക്കെ കൊണ്ടിടാൻ പോകുമ്പോ ഇവന്മാർ അവിടെ നിന്ന് 11, 12, 13 കണ്ണട കാണണം. അത് നമ്മൾ കയ്യിൽ ഇത്രക്ക് നോട്ട് കെട്ടുകളാണ് അവൻ CDMA കൊണ്ടിടുന്നത്. അത്രയ്ക്ക് വെച്ച് സമ്പാദിക്കുന്നുണ്ട് ഇവിടെ നിന്നും. ഈ ഇടയ്ക്ക് മാതൃഭൂമിയിലോ മറ്റോ ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടു. ഒരു ബംഗാളി അവൻ ഇവിടെ വന്നിട്ട് അവൻ ഇവിടെ വോട്ടർ ID-യിൽ പേജ് ചേർത്ത് ഇവിടെ സ്ഥലം വാങ്ങിച്ചു. അവന്റെ അണ്ടറിൽ ഇപ്പോ 3-4 മലയാളി തൊഴിലാളികൾ അടക്കമുണ്ട്. എന്തിനാണെന്നറിയാമോ? തെങ്ങി കയറാനായിട്ട് അവനെ വിളിക്കും. അടാ ചോട്ടു എവിടെയാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അപ്പുറത്ത് ഞാനിവിടെ ഉണ്ട്, 2 പേരെ ഞാൻ പറഞ്ഞേക്കാം. അത് മാത്രമല്ല അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് മാത്രമല്ല നമുക്ക് എല്ലാം ഉണ്ട്, പെയിന്റ് അടി ഉണ്ട്, കോൺട്രാക്ട് ഉണ്ട്. ഈ AI വന്ന ശേഷം ഉണ്ടല്ലോ, AI തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ എല്ലാ മേഖലയും ഞാൻ കൈയടക്കും, ഗവൺമെന്റ് ജോലിക്കാരെയൊക്കെ ഞാൻ പുറത്താക്കും. AI തന്നെ പറയുന്നു. കാരണം ഇതിനൊന്നും ആവശ്യമില്ല, ഫയലൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ AIക്ക് കയറി വരാൻ പറ്റാത്ത കുറച്ച് മേഖലകളുണ്ട്. ഏതാണെന്ന് ചോദിക്കുമ്പം പ്ലംബിംഗ്, പിന്നെ ഈ സാനിറ്ററി വർക്ക്, പിന്നെ ഈ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട വർക്ക് ഉണ്ടല്ലോ, ഇനി അവരായിരിക്കും ഭാവിയിൽ താരങ്ങളെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബംഗാളികളായിരിക്കും. ഈ ബംഗാളികളെയാണ് മമതാ ബാനർജി 5000 രൂപ തന്നെ ഇങ്ങോട്ട് വരാൻ പറയുന്നത്. കാരണം മമത പേടിച്ചു, ഈ ബംഗാളികൾ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. കാരണം വോട്ടർ ID ഇവിടെ പരിശോധിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഈ ബംഗ്ലാദേശിലെ 6 ജില്ലകൾ, ബംഗ്ലാദേശിലെ 6 ജില്ലകൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത് മുഴുവൻ റോഹിംഗ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ വലിയൊരു കലാപം ഉണ്ടാവാനുള്ള സാധ്യത, ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നു. പോരാത്തതിന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് BJP ഒരു മുഴുവൻ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, CAA ഹെൽപ്പ് ഡെസ്ക് ഒക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നവരാത്രി വരാൻ പോവുകയാണ്. നവരാത്രിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അടികൊണ്ടുകൊണ്ടിരിക്കുന്നത്. നവരാത്രി അവിടെ നടത്താൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയിൽ ഉണ്ടായ അതിനെക്കാട്ടിന് വലിയൊരു കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശികളിൽ നിന്നും ഒരുപാട് ഭീകരർ ഇങ്ങോട്ടേക്ക് കടക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കടക്കാനായിട്ട് കാത്തിരിക്കുന്ന ഭീകരെല്ലാം ഇങ്ങോട്ട് വരും. ബംഗാൾ വഴി ഇങ്ങോട്ട് വന്ന് വലിയ പ്രക്ഷോഭത്തിന് അവര് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇന്ന് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ദക്ഷിണേഷ്യയെ HUT ലക്ഷ്യമിടുന്നു എന്നാണ്.
ദക്ഷിണേന്ത്യയെ, HUT. അപ്പൊ ഈ HUT ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സുരക്ഷ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി, ഹർക്കത്തിൽ ജിഹാദി ഇസ്ലാമി അല്ലെങ്കിൽ അൻസാറുള്ള ബംഗ്ലാ ടീം എന്നിവ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഇന്ത്യൻ ഏജൻസികൾക്ക് അറിയാം. അവർക്ക് നിരവധി തവണ അവെയർ ഉള്ളതാണ്. പക്ഷേ പശ്ചിമ ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ ഭീകര സംഘടനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു ഭീകര സംഘടനയുടെ പേരാണ് ഈ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ പ്രധാന കേന്ദ്രമുള്ള ഹിസ്ബുത്ത് തഹ്രീർ, HUT, ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം, തീവ്രവാദവൽക്കരണം, റിക്രൂട്ട് ചെയ്യൽ എന്നിവയിൽ കൂടെ HUT പങ്കാളികളാണെന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നു. അപ്പൊ ഇതും ഈ ബംഗാളിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ നേരിടാൻ പോകുന്നത്? നമ്മൾ നേരത്തെ അറിഞ്ഞു, ഇനി നിലം ഒരുക്കുക എന്നുള്ളത്, ബിജുചേട്ടൻ പറയുമ്പോൾ നിലം ഒരുക്കുക എന്നുള്ളതാണ്. ഈ പുത്തരിക്കണ്ട മൈതാനത്ത് 2 ഞാൻ കൊണ്ട് നിർത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കത്തില്ലേ, അതുപോലെ നിലം ഒരുക്കുക, ഇത് നേരിടാനുള്ള ഒരു നീക്കം നടത്തുക എന്നുള്ളതാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ള സംഭവം. ഇത് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താ തോന്നുന്നത്? ഇത് അതിനുമുമ്പ് ഇതിനകത്ത് പറയാനുള്ളത്, ഇവിടെ ഈ വോട്ട് ചോരി വിവാദം ഉയർത്തിക്കൊണ്ടു ബീഹാറില് വോട്ട് വെട്ടിക്കുറച്ചതിനെ കുറിച്ച് ഈ രാജ്യം കത്തും എന്നൊക്കെയാണ് ഇവിടുത്തെ ചില മുഖ്യധാര സുഡാപ്പി ചാനലൊക്കെ ഇരുന്ന് ദിവസങ്ങളോളം ചർച്ച ചെയ്തത്. ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ളത് ഒരു ചുക്കും സംഭവിക്കത്തില്ലെന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുകയും ചെയ്തു. കാരണം ഇവർക്ക് വേണ്ടി വാദിക്കാനല്ല, ഈ സുപ്രീം കോടതി നടക്കുന്ന ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അപ്ഡേഷൻസ് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. വളരെ രസമാണ് അത് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നിരിക്കുന്ന ഒരെണ്ണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, പിന്നെ ആധാർ ഇല്ലെങ്കിൽ വേണ്ട, ആധാർ കയ്യിലില്ലാഞ്ഞുകൊണ്ടാണ് അവർ പേര് വെട്ടിമാറ്റിയെന്നൊക്കെയാണ് ആരോപണങ്ങൾ. അപ്പൊ സുപ്രീം കോടതി ആധാർ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെന്നൂടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞൂടെ എന്തുകൊണ്ടാണ് ആധാർ ഉള്ളത്? സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ അവിടെ ഇതൊക്കെ ചെന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ചേർക്കുന്നില്ല, ഞങ്ങൾ കോടതിയുണ്ട് അതിൽ ഇടപെട്ട് നിങ്ങൾക്ക് വോട്ട് വാങ്ങിത്തരും. അത് ഡെയിലി കളിയാക്കുകയാണ് ഇതിനെ കുറിച്ച്. അതായത് എന്നിട്ട് കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരും എന്താ ഇതുവരെ ഒരു കേസ് കൊടുക്കാത്ത? കോൺഗ്രസ് കൊടുത്തിട്ടില്ല, RJD കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല, നിങ്ങൾ എന്താ ഒരു കേസ് കൊടുക്കാത്തത്? ഇന്ന ആളുടെ പേര് അതിൽ നിന്ന് നീക്കം ചെയ്തു, അയാളുടെ പേര് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കോടതിയെ സമീപിച്ചിട്ടില്ല. എന്നിട്ട് കോടതി പറയുന്നത്, ശരി നിങ്ങൾക്ക് ആധാർ ഇല്ല, നഷ്ടപ്പെട്ടു പോയതാളാ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, ഓക്കെ, അത് ന്യായമാണെന്ന് ഞങ്ങളും കരുതുന്നു, നിങ്ങളെന്നാ വേറെ ഡോക്യുമെന്റുമായിട്ട് അവിടെ ചെല്ലു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷേ ഈ ഒരു കൃത്യമായ പ്ലാനിങ് ശ്രീ നരേന്ദ്രമോദിക്ക് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം, 2014 അദ്ദേഹം അധികാരം ഏറ്റുടനെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കംപ്ലീറ്റ് ഡേറ്റാസ് അദ്ദേഹം കളക്ട് ചെയ്യുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ്, പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് സ്വാഭാവികമായി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പൊ പ്രധാനമന്ത്രി ആകണമെന്നൊന്നുമില്ല, നമുക്കും വിവരാവകാശം വെച്ചിട്ട് പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് 1971 എടുക്കാം. അപ്പൊ അദ്ദേഹം ഒരു 1971 വരെയുള്ള ആ വോട്ടേഴ്സ് ലിസ്റ്റും അതിനുശേഷമുള്ള വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ എടുത്ത് 2014 അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം തുടങ്ങിയ പരിപാടിയാണ്. കാരണം 1-2 പേരല്ല, 140 കോടി ജനമാണ് ഈ രാജ്യത്തുള്ളത്. അപ്പം അന്ന് മുതൽ തന്നെ ഇത് മുഴുവൻ അരിച്ചു പെറുക്കിയല്ല ഫിൽട്ടർ ചെയ്തു. അവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരും, നമ്മുടെ ഏജൻസികൾ ഉൾപ്പെടെ കണ്ടൊരു കാര്യം, പൊടുന്നനെ ചില സ്ഥലങ്ങളിൽ വോട്ടർമാർ പൊട്ടിമുളക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ധനുഷിന്റെ പേര് 2017 വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നു. ഓക്കെ, ധനുഷിന്റെ പേര് വരാം, ധനുഷിന് 18 വയസ്സ് 2017 ആയെങ്കിൽ ഉറപ്പായിട്ടും വരണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ധനുഷിന് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരുടെ പേര് ഇതിനു മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകണമല്ലോ. അല്ലെങ്കിൽ ധനുഷിന്റെ സഹോദരന്റെ പേര് ഇതിൽ ഉണ്ടാകണമല്ലോ. ഇനി സഹോദരന് മൂത്തതോ ഇളയതോ ആകട്ടെ വരണം, ബന്ധുക്കളുടെ പേരുണ്ടാകണമല്ലോ. അപ്പൊ ഇത് ധനുഷിന്റെ പേരെടുത്ത് വെച്ചിട്ട് താങ്കളുടെ അച്ഛനിലേക്ക് അമ്മയിലേക്കും പോകുന്നു. ഓക്കെ, അവരുടെ പേരില്ല എന്ന് വെക്കുക, അപ്പൂപ്പനില്ല, അമ്മാവനില്ല, ആരുമില്ല. ഏതായാലും ഈ ശൂന്യാകാശത്തുനിന്ന് പൊട്ടി ഒരു മനുഷ്യൻ ജനിച്ചു വീഴില്ലല്ലോ. ഇവിടെയാണ് ബീഹാറിൽ ഉൾപ്പെടെ പണി കിട്ടുന്നത്. അതായത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഡോക്യുമെന്റ് ഇല്ലാതെ വരുന്നത്. പുതിയതായിട്ട് വരുന്ന ഒരു റോഹിംഗ്യയോ ഇല്ല ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരാള് ഓക്കെ വോട്ടറാണ്, അവിടെ നമ്മൾ ചോദിക്കുകയാണ്, ശരി നിങ്ങളുടെ അവിടെയാണ് പറയുന്നത് ആധാറില്ല ഇതാറില്ല എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ അച്ഛന്റെ പേര് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ? ഇല്ല, അച്ഛൻ വോട്ട് കേട്ടില്ല. അമ്മയുടെ പേരുണ്ടോ? ഇല്ല. അപ്പോഴാണ് ഇവൻ 18 വയസ്സിന് മുമ്പ് ഇവന്റെ 18 വർഷത്തെ പിതൃത്വം അല്ലെങ്കിൽ മൂല തപ്പിപ്പോയി കഴിഞ്ഞാൽ
ഒരു തെളിവുമില്ലാതെയാണ് ഒരു വോട്ടർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? 1971 മുമ്പ് തൊട്ടേ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റ് കയ്യിലിരിക്കുമ്പോൾ എളുപ്പമാണ്. ഇപ്പൊ എന്റെ പേര് തപ്പണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് സംശയമുണ്ട് ഒരാൾക്ക്, ഇത് ഏതാ എന്താ, എനിക്ക് വേണമെങ്കിൽ എവിടെ വേണാ പോയി ജീവിക്കാം. പഞ്ചാബ് ജീവിക്കാം, കാശ്മീർ ജീവിക്കാം, കന്യാകുമാരി ജീവിക്കാം. നേരെ മറിച്ച് എനിക്കിപ്പോ നാളെ വോട്ട് ചെയ്യണം, തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് താമസിച്ചുകൊണ്ട് അവിടെ ഒരു വാടക കെട്ടിടം എടുത്തുകൊണ്ട് എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാം. അത് ഏത് ഇന്ത്യൻ പൗരനും പറ്റുന്നതാണ്. പക്ഷെ അപ്പോഴും ഞാൻ തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും സ്വാഭാവികമായി എന്നെ സംശയമുണ്ടെങ്കിൽ, ഞാൻ ഇതൊരു വോട്ടറല്ല, ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ് സംശയം ഉണ്ടെങ്കിൽ, സിമ്പിളായിട്ട് ഏത് മനുഷ്യനും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഞാൻ എന്തായാലും ഇത്രയും പ്രായം വരെ ജീവിച്ചിട്ടുണ്ടല്ലോ ഈ രാജ്യത്ത്, അപ്പൊ എനിക്കൊരു രേഖയില്ലാതെ വരത്തില്ലല്ലോ എന്തായാലും. അപ്പോ സ്വാഭാവികം ഒരു രേഖയില്ലെങ്കിൽ എനിക്കൊരു അച്ഛൻ വേണമല്ലോ, ഒരു അമ്മയും വേണം. അത് കുറഞ്ഞ പക്ഷം വേണം. ബാക്കി എനിക്ക് ഒരു രേഖയുമില്ല, ഡ്രൈവിംഗ് ലൈസൻസിൽ ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും വേണം. അപ്പൊ ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ? ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും റേഷൻ കാർഡ് പറ്റിയിട്ടുണ്ടോ? അവരുടെ ഏത് കാലയളവിലാണ്? ഇതെല്ലാം തപ്പി പോകുമ്പോഴാണ് തന്തയില്ലാത്ത തള്ളയില്ലാത്ത ലക്ഷക്കണക്കിന് പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ടാണ് ഈ കടന്ന് ബഹളം വെക്കുന്ന ഒരൊറ്റൊരുത്തിനും കേസിന് പോകാത്തത്. സ്വാഭാവികമായി എല്ലാ കാര്യത്തിനും കോടതിയെ സമീപിക്കുന്ന ആരും കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ വരാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വെസ്റ്റ് ബംഗാളിലെ കാര്യം, അത് 2014 മുതൽ അസാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും വെസ്റ്റ് ബംഗാളിലും ഇതേപോലൊരു ഫിൽട്ടറൈസേഷൻ നടത്തണം. ഈ പറയുന്ന ഈ കടന്നു കയറിയവരെ പുറത്താക്കണമെന്ന് പറയുന്നു. ഇത് BJPയുടെ മാത്രം അജണ്ടയല്ല, ഇല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യമല്ല ഇത്. അവിടുത്തെ തദ്ദേശീയരായാലും, അസാമിലെ ആയാലും വെസ്റ്റ് ബംഗാളിലായാലും തദ്ദേശീയരായ മുസ്ലിംസിനാണ് ഇത് ഏറ്റവും വലിയ ഡിമാൻഡ്. ഇവന്മാരെ പുറത്താക്കണം. കാരണം അവരുടെ ആനുകൂല്യങ്ങളാണ് ഇവന്മാർ തട്ടിയെടുക്കുന്നത് മുഴുവൻ. അതായത് ചോദിക്കുകയാണ്, 10 സീറ്റ് ഒരു സർക്കാർ കോട്ടയിൽ 10 മുസ്ലിങ്ങൾക്ക് ജോലി കൊടുക്കണം സർക്കാർ ഉദ്യോഗത്തിൽ എന്ന് പറഞ്ഞാല് ഈ 10ഉം ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റും വന്നുള്ള മുസ്ലിങ്ങൾക്കാണ് കിട്ടുന്നത്. ആ നാട്ടിൽ ജനിച്ചു വളർന്ന അവിടുത്തെ തദ്ദേശീയമായ മുസ്ലിമിന് കിട്ടുന്നില്ല. സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാർ പറഞ്ഞേ 10 മുസ്ലിംസിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. ഇതാരാ എന്താണെന്നറിയില്ല. ഇവന്റെ റൂട്ട് തപ്പിപ്പോയി കഴിയുമ്പോൾ ഇവൻ ഈ രാജ്യത്തെ അല്ല, ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ളവനല്ല. അങ്ങനെയുള്ളവരാണ് പുറത്താണ്. അപ്പൊ അത് വെസ്റ്റ് ബംഗാളില് നടപ്പാകുമ്പോൾ വലിയ വിഷയം വരും. ഈ അടുത്ത സമയത്ത് അതിനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ലോകത്ത് എവിടെയുള്ള ബംഗാളികളും എത്രയും പെട്ടെന്ന് സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങി വരണം, 5000 രൂപ വെച്ച് തരാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരും പോകുന്നത്. അനുഷ് പറഞ്ഞ കണക്ക് ഡെയിലി 5000 രൂപ കിട്ടുന്ന ബംഗാളികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവന്റെ ഈ മണിക്കൂറിന് ഈ മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം പറ്റിക്കൽ അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് മണിക്കൂറിനാണല്ലോ, അതിന് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പോയാലും പോയില്ലല്ലോ, അവർ ബംഗാളുകളാണല്ലോ. ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിലെ പൗരന്മാരാണല്ലോ അവര്. പക്ഷെ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലാണ് മമതാ ബാനർജി തുടക്കമിട്ടത്. കാരണം ഈ സ്ഥലത്തില്ലെങ്കിൽ പോലും തപ്പും. സ്ഥലത്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കേരളത്തിലില്ല, ഇപ്പൊ നമ്മുടെ മലയാളികൾ ഒരുപാട് പേർക്ക് ഗുജറാത്തിലോട്ടുണ്ട്, ഡൽഹിയിലോട്ടുണ്ട്. അവർ ഇവിടുന്ന് പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്തവരാണ്, മലയാളികളാണ്. പക്ഷെ അവിടെ സെറ്റിൽ അങ്ങനെ ചെയ്യാം, തെറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരിടത്തല്ലേ വോട്ട് കാണത്തുള്ളൂ. ശരി, അവര് ഡൽഹിയിലുണ്ട് എന്ന് പറയാം. പക്ഷെ ഇവിടെ ബംഗാളികൾ വന്നിട്ടും കാര്യമില്ല. പകരം എന്താണ്, ബംഗ്ലാദേശ് ഇലീഗലായിട്ടുള്ളവർ ഇവരെ ഈ അസാമിൽ പുറത്താക്കിയതാണ് അത്ര എളുപ്പകരമായിട്ട് ഇവരെ ബീഹാറിൽ ചെയ്തതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ സംഖ്യ കൂടുതലാണ്. കുറഞ്ഞ പക്ഷം ഒരു ലക്ഷങ്ങൾ, ചിലപ്പോൾ 1 കോടിക്കടുത്തൊക്കെ വരുന്ന ലക്ഷമുണ്ട്. 6 ജില്ലകളിൽ തന്നെ ഇവര് മുകളിലാണ് മെജോറിറ്റി ആണെന്ന് പറയുമ്പോൾ 6 ജില്ലകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 42 നിയമസഭാ മണ്ഡലങ്ങൾ വരും. 42 MLA-മാരെ സൃഷ്ടിക്കുന്നത് അവരാണെന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിന് നട്ടല്ലാണ് ആ സാധനം. അപ്പം മമതാ ബാനർജി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്ത് പണി നടത്തുന്നതും. ഈ പറയുന്ന സംഘടനകൾ ATV എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അതാണ് ധനുഷ് നേരത്തെ സൂചിപ്പിച്ചത്, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി അഥവാ അൻസുറുള്ള ബംഗ്ല എന്ന് പറയുന്ന ടീം. 2017 അസമില് ഇതിന്റെ 5 പേരെ പിടികൂടിയിരുന്നു 2017. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവര് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്റ്റീവാണ്. ഈ ഒരു സംഘടനയുണ്ട്. ഈ HUT എന്ന് പറയുന്ന സംഘടന 2010 ഈ നമ്മുടെ ബട്ട്ല ഹൗസ് വെടിവെപ്പ് അറിയാമല്ലോ, ബട്ട്ല ഹൗസ് വെടിവെപ്പ്. അപ്പൊ അന്നൊരു വലിയ പ്രതിഷേധം നടന്നിരുന്നു. അവിടെ ഈ തീവ്രവാദികളെ വെടിവെച്ച് ഒന്ന് ഏറ്റുമുട്ട് നടന്നപ്പം അന്ന് ഈ കോൺഗ്രസ് ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരവാദികൾക്ക് വേണ്ടിയാണ് കണ്ണീർ വാർത്തത് എന്ന് ഈ അടുത്ത് ശ്രീ അമിത്ഷാ പാർലമെന്റ് പറഞ്ഞതേ ഉള്ളൂ.
അന്ന് വലിയൊരു പ്രക്ഷോഭം നടന്നു ഈ ഭീകരവാദികളെ കൊന്നതിനെതിരായിട്ട്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 1000 പേര് HUTയുടെ അംഗങ്ങളായിരുന്നു. അപ്പൊ HUTയും ABTയും വളരെ കാലമായിട്ട് ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു. ഇവർ പ്രധാനമായിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് അതിൽ, പാലസ്തീൻ വിഷയം ഉയർത്തുക. പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന അവർ പറയുന്ന കാര്യം ഇതാണ്: പാലസ്തീനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇസ്രായേലിന്റെ ഈ അതിക്രമത്തെ ഇന്ത്യ എതിർക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് സുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ടാറ്റയുടെ സുഡിയോ, ആ സുഡിയോക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി പ്രതിഷേധം നടത്തുന്ന ഈ അജണ്ടയുടെ ഭാഗമാണ്. അതായത് ഈ പലസ്തീനെ ഉയർത്തിപ്പിടിക്കുക. അപ്പൊ പലസ്തീനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് സഹായം ചെയ്യുന്ന ടാറ്റ കഴിഞ്ഞ ദിവസം മഹീന്ദ്രയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നൽകി, അദാനിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നൽകി. എന്തിനാണെന്ന് വെച്ചാൽ ഇവരിപ്പോ ഈ പലസ്തീൻ വിഷയം ഉയർത്തിക്കൊണ്ട് യുവാക്കളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യ പലസ്തീനെതിരാണ്, അതുകൊണ്ട് നമുക്ക് സംഘടിക്കണം, നമുക്ക് പലസ്തീന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ കേരളത്തിലടക്കം ഈ പലസ്തീനു വേണ്ടിയിട്ട് ഭയങ്കരമായ ആനപ്പുറത്തൊക്കെ യഹിയ സിൻവാറയൊക്കെ എന്താണ് പടമൊക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. ആ സാധനം എഴുന്നള്ളിച്ചു നമ്മൾ കണ്ടതാണ്. അപ്പം ആ പാലസ്തീൻ വിഷയം ഉയർത്തിക്കൊണ്ട് പുതിയ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ് ഈ HUTയും ABTയും ചെയ്യുന്നത്. അതിന് വലിയ രീതിയിൽ തന്നെയുള്ള ഫണ്ടിങ് ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ കേരളത്തിലാണല്ലോ എല്ലാ ഭീകരവാദത്തിന്റെയും സ്ലീപ്പർ സെല്ലുകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പം ഇതേപോലുള്ള സംഘടനകൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അടുത്ത മാസം, അതായത് ഇതിപ്പോ ഓഗസ്റ്റ് മാസമാണ്, സെപ്റ്റംബറിൽ വെസ്റ്റ് ബംഗാളില് പിന്നെ ഈ പറയുന്ന ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പ്രക്രിയ തുടങ്ങുകയാണ്. അവിടെ ബീഹാറിലെ പോലെ ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ പങ്കെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ബീഹാറിലും ഏതാണ്ട് 1.5 ലക്ഷത്തോളം പാർട്ടി പ്രവർത്തകർ, അതായത് RJD, കോൺഗ്രസ്, ഇതിന്റെ എല്ലാം ബൂത്ത് ഏജന്റുമാരുണ്ടല്ലോ. നമ്മുടെ ഈ പാർട്ടികൾക്ക് ബൂത്ത് കമ്മിറ്റി ഉണ്ട്. ഇതിന്റെ ഏജന്റുമാരും ഉദ്യോഗസ്ഥരും കൂടാണ് ഓരോ വീട്ടിലും പോകുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും വേണ്ടാത്തത്. കാരണം ഇതിൽ ഇത് രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഒരു ലിസ്റ്റ് എടുത്തിട്ട് ചുമ്മാ അങ്ങനെ പേര് വെട്ടിക്കളയല്ല ചെയ്യുന്നത്. ഓരോ വീട്ടിലും ചെല്ലുന്നു, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് പറഞ്ഞപ്പോൾ രസകരമായ ഒരു കാര്യം പറയാം. ഈ APL BPL തരംതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ രാജ്യത്തെല്ലായിടത്തും ഒക്കെ ഇങ്ങനെ തരംതിരിച്ചു വെച്ചിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ചോദിച്ചു എന്താണ് ഇങ്ങനെ എണ്ണം കുറയാൻ? നമുക്ക് തന്നെ അറിയാം അവരൊക്കെ BPL താഴെയല്ലെന്ന് വെച്ചപ്പോ ഈ മലയാളിക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ സർവേ എടുക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയും നിങ്ങൾക്ക് കാറുണ്ടോ എന്ന് ചോദിക്കും. കാർ ഇല്ലെങ്കിലും പറയും ഉണ്ട് വർക്ക്ഷോപ്പിൽ വരും എന്ന് പറയും. അവനെ അടയാളപ്പെടുത്തിക്കൊണ്ട് പോകും. പിന്നെ അവൻ ചോദിക്കുന്ന ചോദ്യം കാറിന്റെ അല്ല, സിമ്പിൾ ചോദ്യം: തേപ്പൊട്ടി ഉണ്ടോ, TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ മലയാളിയുടെ സ്വതവേ ഒരു പൊങ്ങച്ചം കാരണം ഇല്ലാത്തവനും പറയും ഉണ്ട്, 2 എണ്ണം ഉണ്ട്, മിക്സി 5-6 എണ്ണം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർവേ നടത്തുന്നവരോട് പറഞ്ഞു കൊടുക്കുകയും അവൻ അത് പോയിട്ട് ഇപ്പോഴല്ല പണ്ടെടുത്ത് വെച്ച സർവേ അത് വെച്ചിട്ടാണ് ഈ തരംതിരിച്ച് വന്നപ്പോ എന്തോ ഉള്ള റേഷനും കൂടെ പോയി. എന്നിട്ട് ഇവിടെ കണ്ട് കയ്യും കാലും അടിക്കുക, ഞങ്ങൾക്ക് റേഷൻ ഇല്ല, മറിച്ചത് എന്ന് പറഞ്ഞു. അതായത് തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പകുതി കാര്യമുണ്ട് എന്ന് എനിക്ക് അതിന് തോന്നി. ഏതായാലും ഒരു വലിയ മൂവ്മെന്റിന് മോദി സർക്കാർ ഒരുങ്ങുമ്പോൾ തനിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈസി ആയിരിക്കില്ല, ഒരു വലിയ കലാപത്തിനാണ്. ഇവിടെ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു രൂപത്തിലുള്ള ഒരു എൻട്രി ഉണ്ടാകാം. അതുപോലെ തന്നെ HUT ABTയുടെ ഈ ബംഗ്ലാദേശ്, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യം തെറ്റിയാണോ അല്ലയോ എന്നറിയില്ല, ബംഗ്ലാദേശിന് മുകളിലൂടെ നമ്മുടെ അഗ്നി 5 ഒന്ന് പറന്നിരുന്നു. കാരണം നമ്മൾ മുമ്പ് പാകിസ്ഥാനിലെ അത് കാണിച്ചു കൊടുത്തതാണ്. നമ്മളിവിടെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി പാകിസ്ഥാൻ പോലെ ഒരു ആണവ രാജ്യത്ത് കയറി അടിക്കാമെങ്കിൽ ബംഗ്ലാദേശിന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്തടി ഇതുപോലെയുള്ള ബംഗ്ലാദേശിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ആയിരിക്കും. അപ്പൊ ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മമതാ ബാനർജി, കാരണം ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് തനുഷ് ഇതിനകത്ത്. ഈ അടുത്ത മാസം സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നവംബറിലെ നവരാത്രി ആഘോഷത്തിന് മുമ്പ് അത് എത്രയും പെട്ടെന്ന് തീർക്കുകയും വേണം. കാരണം നവരാത്രി വന്ന വർഗീയ ലഹളയിലേക്ക് നീങ്ങും. ഒപ്പം തന്നെ വലിയ ഫിൽട്ടറൈസേഷൻ അവിടെ നടക്കാമോ. വെസ്റ്റ് ബംഗാൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം. നമ്മളിപ്പം നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. ഇത്രയും ബ്രില്യന്റ് ആയിട്ടൊരു നേതാവ് ലോകത്തില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ നാള് സ്റ്റഡി ചെയ്ത് അതിന്റെ അടിവേര് മാന്തി എടുത്തുകൊണ്ടാണ് പുള്ളി അടിവേര് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ പുള്ളി മുകളിലത്തെ ശിഖരം വെട്ടാൻ തുടങ്ങത്തുള്ളൂ. ഏതായാലും വെസ്റ്റ് ബംഗാളിലെ ശിഖരങ്ങൾ പലപ്പോഴും വെട്ടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയമം പാസ്സാക്കിയിരുന്നു കേന്ദ്രം. അതായത് ഈ BSFന് അതിർത്തിക്ക് ഉള്ളിൽ നിന്നും 50 മുതൽ 100 കിലോമീറ്റർ വരെ കടന്നു ചെല്ലാനും അറസ്റ്റ് ചെയ്യാനും. കാരണം ഈ ബംഗ്ലാദേശിന് കടന്നു കയറുന്നതിന് ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പഞ്ചാബിലും ഉണ്ടായിരുന്നു.
രണ്ടിടത്തും പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ പ്രതിഷേധത്തിന് ഇല്ല. ഇപ്പൊ നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച് 2,00,000 സൈനികരെ അഡീഷണൽ ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ അണിനിരത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തീസ്ത പ്രഹാരം എന്ന് പറയുന്ന ഒരു വലിയ സൈനിക അഭ്യാസം നടത്തി, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നടത്തി ബംഗ്ലാദേശിന് ഒരു മുന്നറിയിപ്പും കൊടുത്തിരുന്നു അവിടുത്തെ ഭീകരവാദികൾക്ക്. കഴിഞ്ഞ ദിവസം അഗ്നി മിസൈലിന്റെ ഒരു ഒരു പരീക്ഷണം കൂടെ നടത്തിയിട്ട് കൃത്യമായിട്ട് അഗ്നിയുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിനാക തന്നെ തീരും. അതുകൊണ്ടായിരിക്കണം ഈ തീസ്ത പ്രഹാരിൽ പിനാകയുടെ ഇതാണ് നടത്തിയത് ആ ഒരു പരീക്ഷണത്തിൽ. ഏതായാലും അടുത്ത മാസം വെസ്റ്റ് ബംഗാളിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രവചനാതീതമാണ്. അതായത് സൈലന്റ് ആയിട്ട് അത് പോകാൻ സാധ്യതകൾ ഒട്ടും തന്നെ നിലവിലത്തെ സാഹചര്യത്തിലില്ല. അത് വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ അതിർത്തി കടന്ന് ബംഗ്ലാദേശിന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അലയൊലികൾ സൗത്ത് ഇന്ത്യയിലും ഉണ്ടാകും, പ്രത്യേകിച്ച് ബാംഗ്ലൂര്. കർണാടകമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ടെറർ ഗ്രൂപ്പുകൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിപ്പോ ധർമ്മസ്ഥലയുടെ രൂപത്തിൽ നമ്മൾ കണ്ടു, ഇനി പല രൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. ഏതായാലും അടുത്ത മാസം ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ബംഗാളിൽ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.